നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഈ ബാലരമകളിലൊക്കെ ഈജിപ്ഷ്യൻ പിരമിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് വരുമായിരുന്നു. അപ്പം അത് വായിക്കുകയും ഈ ആർക്കിയോളജി, ഹിസ്റ്ററി, മ്യൂസിയം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ ഈ താല്പര്യം നമ്മൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് അതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ഒരു മേഖലയാണ് എന്നാണ് എല്ലാവരും കരുതുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ മ്യൂസിയം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന നേപ്പിയർ മ്യൂസിയം ട്രിവാൻഡ്രമാണ്. കൂടാതെ ഹിൽ പാലസ് മ്യൂസിയം ഉണ്ട്, പിന്നെ ടിംബർ മ്യൂസിയം നിലമ്പൂറുണ്ട്. ഇങ്ങനെ ഒരുപാട് മ്യൂസിയം, ആർട്ട് ഗാലറീസ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ ഒരുപാട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആർട്ട് ഗാലറി. പിന്നെ കൊച്ചി ആയാലും ഫോക്ലോർ മ്യൂസിയം, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ ആരാണ് ശരിക്കും ഈ മ്യൂസിയം കൺട്രോൾ ചെയ്യുന്നത്? ഇതൊക്കെ വളരെ മനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നതിനൊരു രീതിയുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ് കണ്ടുപോകേണ്ടത്. ഓരോ സാധനങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതികളുണ്ടാവാം, അവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവാം, കാറ്റലോഗ്സ് കൊടുത്തിട്ടുണ്ടാവാം. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? എന്താണ് ആ പ്രൊഫഷൻ എന്നുള്ളത്, അല്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രൊഫഷനുണ്ട്. ആ പ്രൊഫഷൻ്റെ പേര് മ്യൂസിയം ക്യൂറേറ്റർ എന്നാണ്. മ്യൂസിയം ക്യൂറേറ്ററാണ് ഈ പറയുന്ന മ്യൂസിയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് വൈഡ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ് ഈ മ്യൂസിയം ക്യൂറേറ്റർ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഒരാൾ മ്യൂസിയം ക്യൂറേറ്റർ ആവുന്നത്? എന്ത് പഠിച്ചാണ് ഒരാൾ മ്യൂസിയം ക്യൂറേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് സംശയമുണ്ടാവും, അല്ലേ? ഈ പറയുന്ന മ്യൂസിയവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഹിസ്റ്ററി, ആർക്കിയോളജി, ആന്ത്രോപോളജി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്ന, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുന്ന ആൾക്കാർക്ക് സാധ്യതകളുണ്ടെങ്കിലും ഈ സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ സാധ്യതകളുണ്ട് എന്നാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഹിസ്റ്ററിയോ ആർക്കിയോളജിയോ ആന്ത്രോപോളജിയോ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവർക്ക് MA മ്യൂസിയോളജി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് എടുത്ത് പോകാവുന്നതാണ്. അല്ലെങ്കിൽ കൾച്ചറൽ സ്റ്റഡീസ്, ഹെറിറ്റേജ് സ്റ്റഡീസ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിൽ അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ആൾക്കാർ അത് കഴിഞ്ഞ് ഫർദർ മ്യൂസിയോളജിയിൽ റിസർച്ച് ചെയ്യാനും അവർക്ക് സാധിക്കും. ഈ മ്യൂസിയോളജി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു മ്യൂസിയം ക്യൂറേറ്റർ എന്ന് പറയുമ്പോൾ ആർട്ട് ക്യൂറേറ്ററുണ്ട്, ഹിസ്റ്ററി ക്യൂറേറ്ററുണ്ട്, ഇപ്പോൾ ആന്ത്രോപോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്യൂറേറ്റേഴ്സുണ്ട്. അപ്പം ഈ ക്യൂറേറ്ററിൽ തന്നെ വീണ്ടും ഡിവിഷനും വീണ്ടും ജോലി സാധ്യതകളും സ്പെസിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ആർട്ട് ക്യൂറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പല ആർട്ട് ഗാലറീസിൽ പോകുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ചെയ്യുന്ന, റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ആർട്ട് ക്യൂറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഹിസ്റ്ററി, ആർട്ടിഫാക്ട്സ് ഇങ്ങനെയൊക്കെ, ഫോസിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, അത് ക്രിയേറ്റീവായിട്ട് സ്റ്റോർ ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഹിസ്റ്ററി ക്യൂറേറ്റർ, മ്യൂസിയം ക്യൂറേറ്റേഴ്സ് ജനറലി ചെയ്തു വരുന്നത്. സോ ഈ പറയുന്ന മേഖലയിൽ താല്പര്യമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വഴി എന്ന് പറയുന്നത് +2 കഴിഞ്ഞൊരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിലേക്ക് പോവുക. അതായത് ഹിസ്റ്ററി, ആർക്കിയോളജി, ആന്ത്രോപോളജി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിൽ പോവുക. അതിനുശേഷം നിങ്ങൾ മ്യൂസിയോളജി എന്ന് പറയുന്നതിലോ കൾച്ചറൽ സ്റ്റഡീസിലോ ഹെറിറ്റേജ് സ്റ്റഡീസിലോ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുക. അതിൽ ഫർദർ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കരിയർ ഓപ്ഷൻസ്, മ്യൂസിയം ക്യൂറേറ്ററിൻ്റെ ഓപ്ഷൻസ് വരുമ്പോൾ ആ പറയുന്ന കരിയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ പറയുന്ന പോസ്റ്റുകൾ അപ്ലൈ ചെയ്ത് മ്യൂസിയവുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യാവുന്നതാണ്.